വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് കെ രാജൻ എം.എൽ.എ. ദുരന്തബാധിതരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത് ധാർഷ്ട്യത്തോടെയല്ല മാനവിക ഭാഷയിലായിരിക്കണമെന്നും കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LSGD വകുപ്പിന്റെ എല്ലാ പരിപാടികളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക്ഭവൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം തികച്ചും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന നിർദ്ദേശം കേരളത്തിലെ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ചീഫായിട്ടുള്ള ചീഫ് സെക്രട്ടറി കൊടുത്താൽ ആ കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള പ്രതികരണത്തിൽ തികച്ചും തെറ്റായൊരു വിവരമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത്. മന്ത്രിമാർ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം. ലോക്ഭവൻ തന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് ഈ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം ഇത്ര വാശിയോട് കൂടിയിട്ടുള്ള സമീപനം എടുത്തത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥരായ മന്ത്രിമാർ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനവും അപമാനകരവുമാണ്. ദുരന്തബാധിതരോടും ദുരന്തബാധിത പ്രശ്നങ്ങളോടും ധാർഷ്ട്യത്തോടെയല്ല മാനവികതയുടെ ഭാഷയിലായിരിക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത്. ദുരന്തബാധിതരോടും ദുരന്ത പ്രദേശങ്ങളിലും സംസാരിക്കേണ്ട ഭാഷ മാനവികതയുടെ ഭാഷയാണ്, നന്മയുടെ ഭാഷയാണ്, കരുതലിൻ്റെ ഭാഷയാണ്, സഹനത്തിൻ്റെ ഭാഷയാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തം എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഒരു ചെറിയ ദുരന്തത്തിൻ്റെ മുമ്പിൽ പോലും പതറുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ കാണാനുണ്ട് എന്നുള്ളത് നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ധാർഷ്ട്യത്തിൻ്റെ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഒരു ദുരന്ത ഘട്ടത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചെറിയ ദുരന്തത്തിന്റെ മുൻപിൽ പോലും സർക്കാർ പതറുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. ഒരു ദുരന്തമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അത് മറികടക്കുന്നതിന് പകരം നിഷേധാത്മക സമീപനവുമായി മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കണമെന്നും കെ രാജൻ ഓർമ്മിപ്പിച്ചു. TCV തൃശൂർ.